ആ സമയത്ത് സ്വാഭാവികമായിട്ടും അയൽ രാജ്യത്ത് ഇങ്ങനെ സംഭവിക്കുന്നു. പ്രത്യേകിച്ചും പാകിസ്ഥാൻ ഒരു ശത്രുരാജ്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പോഴും. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ നമ്മുടെ കൂടിയാലോചനകൾ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മളതിനെ എങ്ങനെയാണ് കണ്ടത്, എന്താണ് നമ്മളവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഒരു ചർച്ചകൾ നടന്നിട്ടുണ്ടാവുമല്ലോ. അത് എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത്? നമുക്ക് ഒരിത്തിരി പിന്നോട്ട് പോകേണ്ടി വരും. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 1947. അന്നത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി നോൺ അലൈൻമെൻ്റ് ആയിരുന്നു. ഈ നോൺ അലൈൻമെൻറ്റിന് കുറേ പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു, കൂടുതൽ നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേന് കോൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തു. കോൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2 ഗ്രൂപ്പായി. ഒന്ന് USSRൻ്റെ ഒരു ഗ്രൂപ്പ്, മറ്റേ ഗ്രൂപ്പ് USA. വാർസോ പാക്ട് കൺട്രീസ് റഷ്യയുടെ ഭാഗം, അതായത് USSRൻ്റെ ഭാഗമായിട്ട്, ബാക്കിയുള്ള രാഷ്ട്രങ്ങളിൽ നല്ലൊരു ഭാഗം അമേരിക്കയുടെ ഭാഗത്തും. അമേരിക്ക അന്ന് പ്രധാനമായിട്ടും 3 സംഘടനകൾക്ക് രൂപം കൊടുത്തു. ഒന്ന് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഏറെക്കുറെ എല്ലാ രാഷ്ട്രങ്ങളും നാറ്റോൻ്റെ ഭാഗമാണ്. മറ്റൊന്ന് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. തേർഡ് വൺ സീറ്റോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ. അന്നത്തെ പ്രസിഡൻ്റായിരുന്ന അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന നിക്സൺ, അദ്ദേഹം ഇന്ത്യയോട് ഇൻസിസ്റ്റ് ചെയ്തു, നിങ്ങൾ ഒന്നുകിൽ സെൻറ്റോയിൽ ചേരണം, അല്ലെങ്കിൽ സീറ്റോയിൽ ചേരണം, ഐഡിയലി ഇത് രണ്ടിലും നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം. ഇന്ത്യ സമ്മതിച്ചിട്ടില്ല. സമ്മതിക്കാതിരിക്കാൻ കാരണം നമ്മളുടെ നോൺ അലൈൻമെൻറ്റ് പോളിസിയാണ്. പാകിസ്ഥാൻ സെൻറ്റോയുടെ ഭാഗമായി, അതേ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ്റെ ഭാഗമായി. അത് കാരണത്താൽ തന്നെ പാകിസ്ഥാന് അമേരിക്കക്കാരുടെ ഒരുപാട് സഹായങ്ങളും സപ്പോർട്ടും കിട്ടി. പാകിസ്ഥാൻ ആർമി വളരെയധികം മോഡേണൈസായി. അവരുടെ അടുത്ത് ഒരുപാട് നല്ല എക്യുപ്മെൻറ്റ്സ് വന്നു. പാറ്റൻ ടാങ്കുകളടക്കം എല്ലാ എക്യുപ്മെൻറ്റുകളും അവരുടെ അടുത്തെത്തി. 1962 നമ്മൾ ചൈനയായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ആ യുദ്ധം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനാണ് അമേരിക്ക പാകിസ്ഥാനി എല്ലാവിധ വെപ്പൺസും കൊണ്ടുകൊടുക്കുന്നു. ഇതൊന്നും പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് 1965 പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചത്. റൈറ്റ്. നമ്മൾ സെൻറ്റോയിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിക്സനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഇൻസൾട്ടായിട്ട് മാറി. സോ അയാളത് മനസ്സിൽ വെച്ചു. മറ്റൊരു കാര്യം, പാകിസ്ഥാൻ പ്രസിഡന്റ് യാഹ്യ ഖാനും നിക്സനും വളരെ അടുത്ത ഫ്രണ്ട്സായിരുന്നു. അതിന് കാരണം നിക്സൺ അമേരിക്കൻ കൗൺസിലേറ്റ് പാകിസ്ഥാനിലുള്ള അവിടെ കൗൺസിൽ ജനറലായിരുന്നു. അതേ സമയത്ത് യാഹ്യ ഖാൻ ഓഫ് കോഴ്സ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടു. അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് മാറിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും തന്നെ അറിയപ്പെടുന്ന വിധത്തിൽ നമുക്കില്ലായിരുന്നു. 1969 മുതൽ 71 വരെ പലതവണയും USSR ഇന്ത്യയുടെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്യാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളതിനും സമ്മതിച്ചിട്ടില്ല. റൈറ്റ്. അങ്ങനെ അപ്പോൾ അത് 2 കാര്യങ്ങളായി. ഇന്ത്യയിലേക്ക് 1 കോടി റെഫ്യൂജീസാണ് വന്നു കയറിയത്. ഇന്ത്യയുടെ അന്നത്തെ സാമ്പത്തിക സ്ഥിതി ഒക്കെ വളരെ മോശമായിരുന്നു. 1 കോടി ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ഇതിപ്പോൾ 1 കോടി, ഇനി അത് 2 കോടി ആയിക്കൂടാന്നും 3 കോടി ആയിക്കൂടാന്നും യാതൊരു വിധത്തിലുള്ള ഒരു ഹോപ്പും നമുക്ക് ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവരെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ഒരു നിഗമനത്തോടു കൂടി നമ്മൾ ലോകരാഷ്ട്രങ്ങളെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി.
പക്ഷെ നമുക്കൊരുത്തന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇനി അവിടെ മിലിറ്ററിലി അവിടെ ഇൻ്റർഫിയർ ചെയ്യണം എന്നുള്ള ഒരു നിഗമനത്തിലെത്തി നമ്മുടെ പ്രൈം മിനിസ്റ്റർ.